ലിവിയെ എന്തൊക്കെയുണ്ടടി? ആ നിമ്മി, നീ എപ്പോഴാടി വന്നേ? ഞാൻ ഇന്നലെ വന്നേ. 2 ചുരിദാർ തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാൻ പോയിട്ടും വരുവാ. ആ എന്തായാലും ഇനി 2 മാസം ഇവിടെ ഉണ്ടാവും. ഇടി, നിന്റെ കുട്ടിപ്പട്ടാളത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആടി, എല്ലാവരും ഉണ്ട്. ഇളയ മോൻ്റെ മാമോദിസ കൂടി നടത്തിയിട്ട് ഞങ്ങൾ ഇനി പോകത്തുള്ളൂ. നീ കണ്ടിട്ടില്ലല്ലോ ഇളയാളെ? നീ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. ആ അല്ലെങ്കിൽ വേണ്ട, നാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ പ്രസവിക്കാൻ കൂടി കഴിവില്ലാത്ത ഇവളുടെയൊക്കെ കയ്യിലാണോ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ പോണത്? നന്നായി. അതുങ്ങൾ വീട്ടിലെങ്ങാനും ഇരിക്കട്ടെ, വെറുതെ ഇവളുടെ കയ്യിലൊക്കെ കൊണ്ടു കൊടുത്താലേ എന്തിനാ വെറുതെ കണ്ണേറൊക്കെ മേടിച്ചു വെക്കുന്നത്? ഓ, എൻ്റെ മകൻ്റെ ജീവിതം ഇവള് കളഞ്ഞു. ഓ, ഇവിടുന്നെങ്ങാനും പോയി തന്നിരുന്നെങ്കിൽ എൻ്റെ മകൻ രക്ഷപ്പെട്ടേനെ. ഇല്ല ആൻറ്റി, നിങ്ങളുടെ മകൻ അങ്ങനെ രക്ഷപ്പെടാനൊന്നും പോണില്ല. ഒന്ന് പോടി. അതെ, ഇവക്ക് കുട്ടികളുണ്ടാതിരിക്കാനുള്ള അത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. PCOD ഉണ്ട്. അതിപ്പോൾ ആർക്കാ ഇല്ലാണ്ടിരിക്കുന്നത്? എനിക്കും ഉണ്ട് PCOD. എന്നിട്ട് എനിക്ക് 3 കുട്ടികളുണ്ടല്ലോ. അപ്പം അതത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പിന്നെ നിങ്ങളുടെ മകനാ കുഴപ്പം. അയാൾക്ക് 0 കൗണ്ടാണ് ഉള്ളത്. 0 കൗണ്ടുള്ള ഒരാൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമോ? ഒരിക്കലുമില്ല. ഇപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ കുറ്റവും ഇവളുടെ തലയിൽ കൊണ്ടുപോയി ചുമത്തി കൊടുക്കുവാണല്ലേ? നിങ്ങളോട് പോലും ഇതിവൾ പറയാതിരുന്നത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. സ്വന്തം ഭർത്താവ് മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുന്നത് കാണാൻ കഴിയല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ആൻറ്റി, ഇവക്ക് കുട്ടികളില്ലെന്നേ ഉള്ളൂ. ഇവിടെ കുട്ടികളുണ്ടായിട്ടും ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുപ്പത്തൊട്ടിയിൽ എറിയുന്നവരും കുട്ടികളെ എറിഞ്ഞു കൊല്ലുന്നവരും തല്ലി കൊല്ലുന്നവരും വരെയുണ്ട്. ആ സ്ഥാനത്ത് നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് സഹിച്ചും ക്ഷമിച്ചും ഇവളിവിടെ കഴിഞ്ഞില്ലേ? അതാണ് ഇവളുടെ നന്മ. അതൊക്കെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി പെരുമാറ്. പിന്നെ എൻ്റെ കുഞ്ഞിനെ എടുക്കാനുള്ള ഏറ്റവും യോഗ്യമായ കൈ അത് അവളുടെ തന്നെയാണ്. അതിൽ ഒരു സംശയവും വേണ്ട.